പൈത്തോണിലുള്ള ലിസ്റ്റ് എന്ന കോൺസെപ്റ്റ് പഠിക്കാം. ലിസ്റ്റ് എന്നത് ഒരുപാട് വാല്യൂസ് ഒരേ വേരിയബിൾ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. ഉദാഹരണത്തിന് 10, 20, 30, 40, 50 പോലുള്ള നമ്പേഴ്സ് ഒരു ലിസ്റ്റിൽ വെക്കാം. പൈത്തോണിൽ ലിസ്റ്റ് സ്ക്വയർ ബ്രാക്കറ്റ് ഉപയോഗിച്ചാണ് എഴുതുന്നത്. പിന്നീട് ലിസ്റ്റിലെ ഓരോ വാല്യൂവും ഇൻഡെക്സ് ഉപയോഗിച്ച് ആക്സസ് ചെയ്യാം. പ്രോഗ്രാമിംഗിൽ ഡേറ്റ സ്റ്റോർ ചെയ്യാനും മാനേജ് ചെയ്യാനും ലിസ്റ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പൊ നമുക്ക് ഈ പ്രോഗ്രാമിന്റെ ഔട്ട്പുട്ട് നോക്കാം. ആദ്യം നമ്പേഴ്സ് എന്ന ലിസ്റ്റ് പ്രിന്റ് ചെയ്യുമ്പോൾ മുഴുവൻ ലിസ്റ്റ്, അതിനാൽ ഔട്ട്പുട്ടായി 10, 20, 30, 40, 50 എന്ന് കാണിക്കും. അടുത്തത് നമ്പേഴ്സ് 0 എന്ന് എഴുതിയപ്പോൾ ലിസ്റ്റിന്റെ ആദ്യത്തെ വാല്യൂ ആയ 10 പ്രിന്റ് ചെയ്യും. പൈത്തോണിൽ ഇൻഡെക്സ് എപ്പോഴും 0 മുതലാണ് തുടങ്ങുന്നത്. പിന്നീട് നമ്പേഴ്സ് 2 എന്ന് എഴുതിയപ്പോൾ ലിസ്റ്റിലെ മൂന്നാമത്തെ വാല്യൂ ആയ 30 പ്രിന്റ് ചെയ്യും. പൈത്തോണിലുള്ള ലിസ്റ്റ് എന്ന കോൺസെപ്റ്റ് പഠിക്കാം. ലിസ്റ്റ് എന്നത് ഒരുപാട് വാല്യൂസ് ഒരേ വേരിയബിൾ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. ഉദാഹരണത്തിന് 10, 20, 30, 40, 50 പോലുള്ള നമ്പേഴ്സ് ഒരു ലിസ്റ്റിൽ വെക്കാം. പൈത്തോണിൽ ലിസ്റ്റ് സ്ക്വയർ ബ്രാക്കറ്റ് ഉപയോഗിച്ചാണ് എഴുതുന്നത്. പിന്നീട് ലിസ്റ്റിലെ ഓരോ വാല്യൂവും ഇൻഡെക്സ് ഉപയോഗിച്ച് ആക്സസ് ചെയ്യാം. പ്രോഗ്രാമിംഗിൽ ഡേറ്റ സ്റ്റോർ ചെയ്യാനും മാനേജ് ചെയ്യാനും ലിസ്റ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പൊ നമുക്ക് ഈ പ്രോഗ്രാമിന്റെ ഔട്ട്പുട്ട് നോക്കാം. ആദ്യം നമ്പേഴ്സ് എന്ന ലിസ്റ്റ് പ്രിന്റ് ചെയ്യുമ്പോൾ മുഴുവൻ ലിസ്റ്റ്, അതിനാൽ ഔട്ട്പുട്ടായി 10, 20, 30, 40, 50 എന്ന് കാണിക്കും. അടുത്തത് നമ്പേഴ്സ് 0 എന്ന് എഴുതിയപ്പോൾ ലിസ്റ്റിന്റെ ആദ്യത്തെ വാല്യൂ ആയ 10 പ്രിന്റ് ചെയ്യും. പൈത്തോണിൽ ഇൻഡെക്സ് എപ്പോഴും 0 മുതലാണ് തുടങ്ങുന്നത്. പിന്നീട് നമ്പേഴ്സ് 2 എന്ന് എഴുതിയപ്പോൾ ലിസ്റ്റിലെ മൂന്നാമത്തെ വാല്യൂ ആയ 30 പ്രിന്റ് ചെയ്യും.